എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ള ദുആ ചെയ്തു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയെന്നറിയോ? ഏത് വാപ്പയെന്നറിയോ? ഏത് വാപ്പയെന്നറിയോ? തൻ്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? തൻ്റെ മക്കളെ നന്നാക്കാൻ. സെറ്റുകാരെ ഇത്തിരി ബാസ് കുറച്ചിട്ട് ഇത്തിരി സൗണ്ട് വെച്ച്. ഓക്കെ, ഇത്തിരി കൂടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് വാപ്പയ്ക്ക്? തൻ്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന, ഒരു ചൂരൽ വാങ്ങി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ വീട്ടിൽ മക്കളെ നേരെയാക്കാൻ ഒരു ചൂരൽ പോയിട്ട് ഒരു ചുള്ളിക്കമ്പെങ്കിലും എടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് കൈവക്കിക്കും. മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാർ. അല്ലാഹു അഅലം, അല്ലാഹു അഅലം. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുമ്മാതല്ല മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. നിന്റെ വാപ്പ നിനക്ക് തരേണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ ഇന്നിവിടെ വന്നിരിക്കുന്നു. പക്ഷെ നിന്റെ മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ട് ഓൺ റോഡിയിരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പേ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 തെറ്റുകൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുമെന്ന. അതിലെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു 3 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കൾ പറയുന്നതനുസരിക്കാത്ത, അവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും. പടച്ചവനേ, ഒരുപാട് കാലം നിനക്ക് ഈ ദുനിയാവിലൂടെ നടക്കാൻ കഴിയൂല. കാരണം നീ ഉമ്മാനെ കരയിപ്പിച്ചവനാ, നീ വാപ്പാനെ വേദനിപ്പിച്ചവനാ. നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷയാണ്. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവര്, പടച്ചുറപ്പ് തരുന്ന രണ്ടാമത്തെ ശിക്ഷയുണ്ടാ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറാ. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കുതിക്കുന്ന ഓരോ മുസ്ലിമിനും എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് മരണസമയം അത് പറയാ നാവ് പൊന്നില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹാനായ അൽഖമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ സഹാബികൾ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊക്കാ കഴിയുന്നില്ല, പറയാ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് ഓടി ചെല്ലുകയാ, നബിയേ യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അൽഖമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാൻ. അവസാനം അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ കൊണ്ടുവന്നു. പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ഉമ്മ
നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണെന്നോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ ഉമ്മ പറയുന്ന നബിയേ, എന്റെ പൊന്നുമോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. എന്റെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കി നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ്. അമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചത് കൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മകന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുവോ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് മറക്കാൻ കഴിയില്ല നബിയേ, ഞാൻ അവനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവനാ. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറിപ്പോയി നബിയേ, അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ വിറക് ശേഖരിച്ചിട്ട് കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അൽക്കമാനെ കത്തിക്കാൻ പറയുമ്പോ, തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറയുമ്പോ ഉമ്മ പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോനെ കത്തിക്കല്ല നബിയേ, അവന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരണ്ട താമസം അൽക്കമ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, അടിച്ചിറക്കിയതിന്റെ പേരിലല്ല, ചീത്ത വിളിച്ചതിന്റെ പേരിലല്ല, കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല, പടച്ചവനിയവരൽപ്പം സ്നേഹം കുറഞ്ഞു പോയെന്ന് ഉമ്മയുടെ ധാരണ കൊണ്ടാ. ആ മനസ്സൊന്ന് വേദനിച്ചപ്പോ റസൂലുള്ളാഹിന്റെ സ്വഹാബിക്ക് പോലും അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലേ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കൂ ഉപ്പമാരേ, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കൂ പെങ്ങന്മാരേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും, രണ്ട് അവസാന സമയം മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉമ്മാന്റെ ബല നമുക്കറിയാത്തത് കൊണ്ടാ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നീയും ഞാനും സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച കൈയടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്താണ് ഉമ്മ വിളിക്കുന്നതെങ്കിലും വിളിക്കുത്തരം കൊടുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരാ, നിനക്കൊരു സുന്ദരിയായ ഗൾഫുകാര് അതാ പണക്കാരന്റെ ഒരു മകളെ നിനക്ക് വിവാഹം കഴിച്ചു നിന്നപ്പോ നിനക്കിന്ന് 2 നില വീടായി, ഒരുപാട് കച്ചവടമുണ്ട്, ഒരുപാട് പണം നിന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികപ്പറ്റായി തോന്നുന്നല്ലോ. ഉമ്മാനെ നിനക്കിന്ന് വേണ്ടല്ലോ, ഉമ്മാനെ നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ഒരു ഭർത്താവിനെയും അതാ ഒരു കൊട്ടാരവും കിട്ടിയപ്പോ പെറ്റതള്ളയ മറന്നുപോയ ഉമ്മമാരേ, ഇന്ന് നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതിയല്ലോ. ഉമ്മാനെ ഒന്ന് ചെന്ന് നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ, വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ലല്ലോ. എല്ലാവർക്കും ഇന്ന് അവനവന്റെ കാര്യം മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 2 നിലയുള്ള നിന്റെ കൊട്ടാരം പോലെ പണിതിട്ടിരിക്കുന്ന വീടിന്റെ ബെഡ്റൂമിനകത്ത് കിടന്നിട്ട് രോഗം പിടിച്ച പ്രായമുള്ള നിന്റെ ഉമ്മയെങ്ങാണ് ആ വീടിന്റെ അകത്തുനിന്ന് കാർക്കിച്ച് തുപ്പിയാ, ഒന്ന് രോഗം പിടിച്ചവരറിയാതെ നിന്ന് മലമൂത്ര വിസർജനം നടത്തിയ നിന്റെ ഭാര്യ പറയും, എനിക്ക് നോക്കാൻ വയ്യ, എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ
ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളെ, എടാ ബെഡ്റൂമിന്റെ അകത്ത് നിന്റെ ഉമ്മയൊന്ന് മൂത്രമൊഴിച്ചാ കഴുകിയാ വൃത്തിയാകുമല്ലോ, ഒന്ന് കാർത്തിച്ചു തുപ്പിയാ തുടച്ചാ വൃത്തിയാകുമല്ലോ. ആ പാവങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ, എന്തേ നീ ചിന്തിക്കാത്തത്? നീ ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന് മൂത്രമൊഴിച്ചവനല്ലേ, ഉമ്മാന്റെ ശരീരത്ത് കിടന്ന് കാഷ്ടിച്ചവനല്ലേ. ഉമ്മയെന്ന് വീടിന്റെ അകത്ത് തുപ്പിയപ്പോ നിനക്ക് സഹിക്കുന്നില്ല. ഞാനും നിങ്ങളും ചെറുപ്രായത്തിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ ഉമ്മാന്റെ ശരീരത്തിൽ ഛർദ്ദിച്ചിട്ടുണ്ട്, മുഖത്തുകൂടെ ഛർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മ നമ്മളെ തള്ളിയിട്ടില്ല, വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടില്ല. കെട്ടിപ്പിടിച്ചു മോനെ എന്ന് പറഞ്ഞ് ചുടുചുംബനം തന്നെ നമ്മുടെ പറ്റുന്ന. എങ്ങനെയാ മുസ്ലിമേ, എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്ന പെങ്ങളോ? എങ്കിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ കേട്ടോ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, ഓരോ മക്കളും കേട്ടോ. അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ മക്കളെ നീ എത്ര നല്ലതുപോലെ വളർത്തിയാലും, എത്ര എങ്ങനെയെല്ലാം നിന്റെ മക്കളെ വളർത്തിയാലും, നിന്റെ മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ തിരിച്ചു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാഗ്ദാനത്തല്ല കൈവെക്കുന്ന മക്കളെ, ഒരു ദിവസം നിന്റെ മോനും നിന്റെ നേരെ കൈവെക്കുവടാ. ഉമ്മാനെ ചീത്ത വിളിക്കുന്നവര്, ഉമ്മാന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നവര്, പെറ്റതള്ളയെ മറന്നു പോകുന്ന ഓരോ ഉമ്മയും കേട്ടോ. നിന്റെ മക്കള് നിന്നെ മറക്കുന്ന ഒരു ദിവസം വിദൂരമല്ല. നീ മറന്നതിനേക്കാളും നിന്റെ മക്കള് നിന്നെ മറക്കുമമ്മ. നീ മുമ്പ് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നിനക്കെതിരാകുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അപ്പോഴേ അതിന്റെ വേദന അറിയൂ, അപ്പോഴേ അതിന്റെ വേദന അറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവേ, മാതാപിതാക്കളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വയല് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഇന്ന് വരെ നീ പോകാത്ത നിന്റെ ഉമ്മാന്റെ ബെഡ്റൂമിലേക്ക് കടന്നതല്ലേ, രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാന്റെ കാലിൽ പിടിച്ചിട്ട് കരവുമ്മ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ പൊന്നുമോൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ വാപ്പാ. കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചോ, കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളെ നിന്റെ ഭർത്താവ് മാതാപിതാക്കളോട് പിണങ്ങി നടക്കുകയാണെങ്കിൽ ഇന്ന് വീടിന്റെ അകത്ത് കിടന്ന് കാല് പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഈ പാതിരാത്രി തന്നെ നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് മാതാപിതാക്കളെ വിളിപ്പിക്കണേ. ഇല്ലാതെ നീമാ മനുഷ്യന്റെ കൂടെ കൂടിയാ ഈ മനുഷ്യന്റെ മയ്യത്ത് കാണാ തയ്യാറെടുക്ക് പെണ്ണേ. നിന്റെ ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറെടുത്തു. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, നിന്റെ ഭാര്യ എന്ന മാതാപിതാക്കളെ വിളിക്കാ സമയമില്ലവർക്ക്, അവക്കിന്ന് വല്ലാത്ത തിരക്കാ. അങ്ങനെയുള്ള ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പറയണം അവളോട് മാതാപിതാക്കളെ വിളിച്ച് പൊരുത്തം ചോദിക്കാറ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ നിന്റെ ഭാര്യയുടെ മയ്യത്ത് കാണാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവേ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് പുറത്തു തരണയല്ല, പുറത്തു തരണയല്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണയല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാറുള്ളത്, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാ. നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവും മകനും എങ്ങനെയാകണമെന്നറിയോ?
എന്റെ പ്രിയമുള്ളവരെ, അലിഫിന്റെ ചെറുപ്പക്കാർ ഇന്ന് വാട്സപ്പൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യമാ. മനുഷ്യനെ പച്ചകരച്ചു തിന്നുന്ന ഈ കാലത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അല്ലാഹുവേ, ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു നേരത്തെ അന്നമില്ലാത്തവർക്ക്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവര്, പടച്ചവനെ രോഗം പിടിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർക്ക് ഒരു സഹായം ചെയ്യണമെന്ന ലക്ഷ്യത്തോട്, ഒരു സഹായം കൊടുക്കണമെന്ന ലക്ഷ്യത്തോട് അവരൊരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. ഈ വാഴ കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും വന്നാ അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ, അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു സദക്ക ചോദിക്കാൻ പോവുകയാ, നിങ്ങളോട് ഞാനൊരു സദക്ക ചോദിക്കാൻ പോവുകയാ. കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കി തരും ചെറുപ്പക്കാരാ. നിന്റെ ഭർത്താവിനെ പടച്ചറപ്പിനെ പേടിയുള്ളവര് ഭർത്താവായി അല്ലാഹു മാറ്റിത്തരും. പെങ്ങളോ, ഒന്നാമത്തെ അല്ലാഹു തരുന്ന പ്രതിഫലമാ. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്, നിന്റെ മക്കള് കാരണം കരയേണ്ടി വരില്ല, നിന്റെ മക്കള് കാരണം തലകുനിക്കേണ്ടി വരില്ല. അല്ലാഹു സാലിഹായ മക്കളെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരതിഥി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് പ്രതിഫലം, മൂന്ന് പ്രതിഫലം. ഈ നാട്ടിൽ രോഗം പിടിച്ച് കിടക്കുന്ന പാവപ്പെട്ടവർ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരേ കിടപ്പ് കിടന്നിട്ട് അവരുടെ പുറം ഭാഗത്തെ തൊലികൾ മുഴുവനും പൊട്ടിപ്പോകുന്നൊരവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരുടെയും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ വല്ലാത്ത പേടിയ. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, അള്ളാഹുവെ അങ്ങനെ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് ഒരു ബെഡ് വാങ്ങി കൊടുക്കുക, ഒരു രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് ഒരു ബെഡ് വാങ്ങി അള്ളാഹുവെ, അതുപോലെ തന്നെ നടക്കാൻ കഴിവില്ലാത്തവർക്ക് ഒരു വീൽ ചെയർ വാങ്ങി കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അള്ളാഹു അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് പ്രതിഫലം. ഒന്ന്, ഇന്ന് നീ സദക്ക ചെയ്ത അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ കുടുംബ ജീവിതം അള്ളാഹു നേരെയാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്തായ ഒരു ഭാര്യയാകും, നിന്റെ ഭർത്താവ് സാലിഹായ ഒരു ഭർത്താവാക്കി അള്ളാഹു തരും. രണ്ട്, നിന്റെ മക്കളെ, നിന്നെ തല്ലുന്ന മക്കൾ, നിന്നെ നാണം കെടുത്തുന്ന മക്കൾ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത മക്കളെ നിനക്ക് അള്ളാഹു തരൂല. നിന്റെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരാൾ വരും. ഇന്ന് ഈ വഅദ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി ഒരു അതിഥി കടന്നു വരും. അള്ളാഹു ആ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ വീട് ഏതാണെന്ന് ഞാൻ പറയാം. ഒരു സാലിഹായ ഭർത്താവ്, ഒരു സാലിഹത്തായ ഭാര്യ, ഒരു സാലിഹായ മകൻ. ഇത് മൂന്നും പരസ്പരം മത്സരിച്ച ഒരു കുടുംബത്തിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ വീട് ഏതെന്നറിയുമോ? ആ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവേ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ കാണുന്നില്ല. ഭാര്യ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ്, കാണുന്നില്ല. കാണാതെ വന്നപ്പോ വീടിന്റെ മുന്നിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അതാ അങ്ങ് ഈന്തപ്പന മരത്തിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇങ്ങനെ നടന്നു വരികയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും
കൂടെ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാ. ഭർത്താവിന്റെ മുഖം അതാ ഭർത്താവ് വരുന്നത് കാണുമ്പോ ഭാര്യയ്ക്ക് സമാധാനമായി, വല്ലാത്ത സന്തോഷമായി. അങ്ങനെ നടന്ന് വീടിന്റെ മുന്നിലെത്തുമ്പോ കൂടെ മൂന്നാമതൊരു മനുഷ്യനുണ്ട്. അതാ സലാം പറഞ്ഞു വീടിന്റെ അകത്ത് കയറി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹയോട് ചോദിച്ചു, ആരാ കൂടെ ഒരു മനുഷ്യൻ കൂടെ ഉണ്ടല്ലോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ, ഒരു പാവപ്പെട്ടവനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ. ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു, തൽഹ, നമ്മുടെ മോൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി തൽഹ? ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടെ അവന് കൊടുക്കാമെന്ന് കരുതിയിട്ടാ ഞാനിരിക്കുന്നത്. ഇരിക്കുന്ന കുറച്ചു ഭക്ഷണം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ മകനുള്ളതാണ്, നമുക്ക് പോലും കഴിക്കാനില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ആ സമയത്താണ് 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ വീടിന്റെ അകത്ത് കടന്നു വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുന്നു. എന്തേ ഉമ്മ കരയുന്നത്? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാനില്ല. നിനക്ക് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ, നിനക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ സാലിഹത്തായ ആ പെണ്ണുണ്ടല്ലോ, സാലിഹായ ദീനുള്ള ആ ഭാര്യയുണ്ടല്ലോ, ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ വഴിയെന്നറിയുവോ? അല്ലാഹുവേ, ഒരു പാത്രത്തിന്റെ അകത്ത് ഉള്ള ഭക്ഷണം മുഴുവനും വെച്ചിട്ട്, ഉള്ള ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിന്റെ അകത്ത് വെച്ചിട്ട് നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാനിരിക്കാ. എല്ലാവരും പാത്രത്തിന്റെ അകത്ത് കൈയിടുമ്പോ, മോനെ അനസേ, വിളക്കങ്ങ് കൈകൊണ്ട് തട്ടി അണയ്ക്കണേ മോനെ. 11 വയസ്സുള്ള കടിച്ച് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല. പാവപ്പെട്ടവന് പട്ടിണിയാണ്. ആ 11 വയസ്സുകാരനോട് ഉമ്മ പറയുന്നു, മോനെ, എൻ്റെ മോനങ്ങ് വിളക്കണക്കണേ, എൻ്റെ പൊന്നുമോന് ഭക്ഷണം വാരിക്കഴിക്കല്ലേ, ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ. വാപ്പ വിളിച്ചിട്ട് വന്ന് ഈ പാവപ്പെട്ടന് നമുക്കിന്ന് ഭക്ഷണം കൊടുക്കാ. അവസാനം ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കൂടെ ചുറ്റുഭാഗത്തിരുന്നു. അനസെന്ന് പറയുന്ന പൊന്നുമോൻ ഉമ്മാനെ നോക്കുകയാ. ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കി. വല്ലാത്ത വിശപ്പുണ്ട്, ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. എങ്കിലും ഉമ്മ പറയുന്നതനുസരിക്കുന്ന മകനാണ് അവൻ, സാലിഹായ പൊന്നുമോന. ഉടനെ വിളക്കങ്ങണച്ചു. എന്നിട്ട് എല്ലാവരും പട്ടിണിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാ. അവസാനം ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാണ്. അന്ന് രാത്രി ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരനും പട്ടിണി കിടന്നു. ആരും കുറ്റപ്പെടുത്തിയില്ല. ആ അനസെന്ന് പറയുന്ന 11 വയസ്സുകാരൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരാതെ കൊടുത്തല്ലോ. 3 പേരും തളർന്നു കിടന്നുറങ്ങി. പിറ്റേ ദിവസം സുബഹിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, നിസ്കരിക്കു പെണ്ണേ. ഒരു ഭർത്താവ് അങ്ങനെയാ, ഒരു ഭർത്താവ് അങ്ങനെയാ, ഒരു വീടിന്റെ നാഥനെങ്ങനാ. രാവിലെ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകുന്ന വാപ്പയല്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. പട്ടിണി കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഒരുക്കു പെണ്ണേ. അല്ലാഹ്
18 വയസ്സുള്ള മകൻ അടുത്ത റൂമിൽ കടന്നാലും നീ വിളിക്കൂല. പെണ്ണെ നീ വിളിക്കുവോ? നീ നിസ്കരിക്കുകയില്ല. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു മകനെ ഒരുക്കാൻ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പൊന്നുമോനെ വിളിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, വാപ്പാ എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, തോളിൽ കേറ്റാ മോനെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു 11 വയസ്സുള്ള മകനെ തോളിൽ കേറ്റികെട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള ചോദിച്ചു, അയിന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, നബിയേ, ഇന്നലെ രാത്രി എന്റെ വീടിന്റെ അകത്ത് നടന്ന കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. നിങ്ങൾ പട്ടിണി കിടന്നിട്ട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തപ്പോ നിന്നെയും നിന്റെ ഭാര്യയെയും മകനെയും കാണാ അല്ലാഹുവിന്റെ മലക്കുകളുടെ തിരക്കായിരുന്നു, മലക്കുകളുടെ തിരക്കായിരുന്നു. അതുമാത്രമല്ല, ജിബ്രീൽ ഇന്നലെ വന്നു. ഖുർആനിലൊരായത്തിറങ്ങി, ഖുർആനിലൊരായത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിലൊരായത്തിറങ്ങി. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നലെ രാത്രി ഖുർആനിൽ ആയത്തിറങ്ങിയെന്ന് പ്രവാചകൻ പറയുമ്പോ പാവപ്പെട്ടവർക്ക് വേണ്ടിയൊന്ന് കൊടുക്കാൻ കഴിയോ? അല്ലാഹുവേ, ഒരു മെത്ത വാങ്ങിക്കൊടുത്ത, ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുത്ത പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജീവിതം അല്ലാഹു സന്തോഷമുള്ള ജീവിതമാക്കി തരികയാ. നിന്റെ ഭാര്യ അല്ലാഹു നേരെയാക്കും, നിന്റെ ഭർത്താവിനെ അല്ലാഹു നേരെയാക്കും, നിന്റെ മക്കളെ സാലിഹീങ്ങളാക്കും. ഇന്ന് നിന്റെ കുടില് കാണാൻ അല്ലാഹുവിന്റെ മലക്ക് വരും മുസ്ലിമേ. ഇന്ന് നിന്റെ വീട് കാണാൻ മലക്ക് വരുന്ന ദിവസമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, അല്ലാഹുവേ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ല. ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു സദഖ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്ക് പെട്ടെന്ന്. ഇൻഷാ അല്ലാഹ് വാ, ഇങ്ങോട്ട് വാ, എല്ലാവരും ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് മുന്നോട്ട് വാ, എല്ലാവരും ദുആ ചെയ്യാം. ഇങ്ങോട്ട് എടുത്തോ. ബിസ്മില്ലാ. എല്ലാവരും പുറത്തേക്ക് ഓടേണ്ടവരൊക്കെ പൊക്കോ, പോകേണ്ടവരൊക്കെ ആ വാതിലിൽ കൂടെ ഇറങ്ങി ഓടിക്കോ, ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറും. ബിസ്മില്ലാ. ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ ആമീൻ പറഞ്ഞാൽ മതി. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എടുത്തു വാ. അകന്നാരും നിൽക്കേണ്ട സംഘാടകരുൾപ്പെടെ സർവ്വരും ഇനി അകത്തേക്ക് കയറി വാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പറ സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.